ഹേ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഓഫ് ഫണ്ടഡ് അക്കൗണ്ട് സീരീസ്. ഈ ഒരു സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രോഫോം എന്നുള്ളതും പ്രോഫോംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോഫോംസിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സീരീസിനകത്തുള്ള മൂന്നാമത്തെ എപ്പിസോഡ് ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഫോംസിനകത്ത് കാണുന്ന കോമൺ ആയിട്ട് വരുന്ന കുറച്ച് റൂൾസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതും ഈ റൂൾസിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലാസ്റ്റ് 2 വീഡിയോസ് നമ്മൾ ചെയ്യുന്നതിനകത്ത് ഫസ്റ്റ് വീഡിയോസിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോഫോംസ് എന്താണെന്നുള്ളതും ഒരു പ്രോഫോംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് എപ്പിസോഡിനകത്ത് പ്രോഫോംസിനകത്തുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് വിച്ച് മീൻസ് വൺ സ്റ്റെപ്പ് ഇവാലുവേഷനും ടു സ്റ്റെപ്പ് ഇവാലുവേഷനും ആൻഡ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങും. സോ ഇതുപോലുള്ള ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ പ്രീവിയസ് ആയുള്ള വീഡിയോസിനകത്ത് ഡിസ്കസ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏതെല്ലാം ടൈപ്പ് ഓഫ് റൂൾസ് ഉണ്ട് ആൻഡ് കോമൺ ആയിട്ട് വരുന്ന റൂൾസ് ഏതൊക്കെയാണ് ആൻഡ് ഇതിനകത്തുള്ള ഒരുപാട് ഹിഡൻ റൂൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെറിയൊരു എക്സ്പ്ലനേഷനോട് കൂടി ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട ട്രേഡിംഗ് റിലേറ്റഡ് ആയ ഇൻഫർമേറ്റീവ് കണ്ടന്റ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ കണ്ടന്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി ഇപ്പം ഇൻഡസ്ട്രിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൈസ് സെഷൻ സ്ട്രാറ്റജിയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്. സോ സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ഒരു കംപ്ലീറ്റ് ഫ്രീ കോഴ്സ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫണ്ടഡ് അക്കൗണ്ടിനകത്ത് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് വരുന്ന ആദ്യത്തെ റൂളാണ് പ്രോഫംസിന്റെ പ്രോഫിറ്റ് ടാർജറ്റ് എന്ന് പറഞ്ഞത്. പ്രോഫിറ്റ് ടാർജറ്റ് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് തരുന്ന ക്യാപിറ്റലിന്റെ ഒരു നിശ്ചിത പേഴ്സണെ നിങ്ങൾ എന്ത് ചെയ്യുക, ടാർജറ്റ് അച്ചീവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫംസിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻസ് അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഇവാലുവേഷൻ ആണ് വൺ സ്റ്റെപ്പ് ഇവാലുവേഷനും, സെക്കൻഡ് ടു സ്റ്റെപ്പ് ഇവാലുവേഷനും ആൻഡ് മൂന്നാമത്താണ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങും. ഇത് എന്താണെന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണാത്തവരാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും ഞാൻ എന്ത് ചെയ്യാം, ആ വീഡിയോ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ടാർജറ്റ് കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വൺ സ്റ്റെപ്പ് ഇവാലുവേഷനും ടു സ്റ്റെപ്പ് ഇവാലുവേഷനും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനും ഇതിന്റെ എല്ലാം പ്രോഫിറ്റ് ടാർജറ്റ് റൂൾ ഡിഫറെന്റ് ആണ്. സോ പ്രോഫിറ്റ് ടാർജറ്റ് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് തരുന്ന അക്കൗണ്ടിന്റെ നിശ്ചിത പെർസെന്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രോഫിറ്റ് ടാർജറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്, നിങ്ങൾ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ ഒരു ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ നിങ്ങൾ $5,000 അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്തിരിക്കാം. ഈ ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ നിങ്ങൾക്ക് അറിയാം, ഇവിടെ രണ്ട് ഫേസസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഫേസ് 1ഉം രണ്ടാമത്തെ ഫേസ് 2ഉം. കമ്പനി നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ഫേസ് 1നകത്ത് ഒരു 10% നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്യാപിറ്റൽ അച്ചീവ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഇവിടെ എത്രയാണ്, $5,000 അല്ലേ. അപ്പൊ ഈ $5,000 നിശ്ചിത പേഴ്സൺ നിങ്ങൾ എന്ത് ചെയ്യണം, ടാർജറ്റ് അച്ചീവ് ചെയ്യണം. അപ്പൊ ഈ ഒരു $5,000 10% എന്ന് എത്രയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടാവുക, $500 അല്ലേ. 5,000ന്റെ 10% എത്രയാണ്, $500 ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പ്രോഫിറ്റ് ടാർജറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. സോ വൺസ് നിങ്ങൾ ഫേസ് 1ൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇവാലുവേഷനിൽ നിങ്ങൾ $500 നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്ക് പോകാൻ വേണ്ടി പറ്റും, സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ സെക്കൻഡ് ഫേസിനകത്ത് സെയിം ടാർജറ്റ് ആയിരിക്കില്ല വെക്കുന്നുണ്ടാവും. മിക്ക മെജോറിറ്റി പ്രോഫംസും ഫസ്റ്റ് ഫേസിനകത്ത് ഒരു നിശ്ചിത പേഴ്സന്റേജും സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ അതിന് 50% ഉണ്ടാവുള്ളൂ. വിച്ച് മീൻസ് നമുക്ക് ആദ്യത്തെ ഫേസിൽ 10% ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് കമ്പനി നിങ്ങൾ 5% എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ഫേസിൽ അച്ചീവ് ചെയ്താൽ മതി. സോ 5% നമുക്ക് ഇവിടെ എത്ര വരിക, $250 എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റൽ $5,000 $250 നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാസ്റ്റർ അക്കൗണ്ട് കിട്ടും. വിച്ച് മീൻസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, ലൈവ് അക്കൗണ്ട് കിട്ടും. സോ നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് ഫേം നിങ്ങൾക്ക് ഒരു നിശ്ചിത ഒരു അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ആ നിശ്ചിത അക്കൗണ്ട് നിശ്ചിത പേഴ്സണെ നിങ്ങൾ അച്ചീവ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ലൈവ് അക്കൗണ്ട് കിട്ടുള്ളൂ. ഇവിടെ വൺ സ്റ്റെപ്പ് ഇവാലുവേഷന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ആകെ ഒരു സിംഗിൾ ഫേസ് ഉള്ളൂ അല്ലേ. സോ മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്ലാറ്റ്ഫോമും വൺ സ്റ്റെപ്പ് ഇവാലുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പ്രോഫിറ്റ് ടാർജറ്റ് എന്തായിരിക്കും, 10% നിങ്ങൾ എന്ത് ചെയ്യണം, ആ അക്കൗണ്ട് നിങ്ങൾ ടാർജറ്റ് എത്തിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളെ ലൈവ് അക്കൗണ്ട് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മുതൽ 3 പ്രോഫംസിന്റെ കേസ് എടുക്കാം. ഇപ്പൊ നിങ്ങൾ മുന്നിൽ കാണുന്നത് ഫണ്ട് നെക്സ്റ്റ് ആണ്. സോ ഈ ഫണ്ട് നെക്സ്റ്റിന്റെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. വൺ സ്റ്റെപ്പിന്റെ ടു സ്റ്റെപ്പിന്റെ എല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്ക്, സ്റ്റെല്ലർ അക്കൗണ്ട് ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെല്ലർ അക്കൗണ്ടിന്റെ ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ ഇവിടെ പറഞ്ഞ പ്രോഫിറ്റ് ടാർജറ്റ് ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ നിങ്ങൾ എത്ര പെർസെന്റ് അച്ചീവ് ചെയ്താൽ മതി, ഫേസ് 1ൽ നിങ്ങൾ എത്ര പെർസെന്റ് അച്ചീവ് ചെയ്താൽ മതി, 8% അച്ചീവ് ചെയ്താൽ മതി. ആൻഡ് ഫേസ് 2ലോ നിങ്ങൾ 5% അച്ചീവ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്ലാറ്റ്ഫോമും ഈ റൂൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, ഒരു ഫണ്ടിംഗ് പിപ്സിന്റെ കേസ് എടുക്കാം. സോ ഫണ്ടിംഗ് പിപ്സ് സെയിം ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണെങ്കിലാണ് ഫണ്ടിംഗ് പിപ്സ് ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഫണ്ടിംഗ് പിപ്സിന്റെ പ്രോഫിറ്റ് ടാർജറ്റ് ഫേസ് 1ൽ നമുക്ക് എത്ര വരുന്നുള്ളൂ, 8% വരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ 10% ഇവിടെ എത്ര 8% ഉള്ളൂ. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര വരുന്നത്, 5%. സിമിലർ ലൈക്ക് ഫണ്ടിംഗ് പിപ്സ്. ഇതേപോലെ തന്നെ നമ്മൾ കോൺടാക്റ്റിന്റെ കേസിലും, കോൺടാക്റ്റും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള പ്രോഫോം ആണ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഫേസ് 1ൽ നമുക്ക് 8%യും ഫേസ് 2ൽ എന്താ വരുന്നത്
5% ആണ് വരുന്നത്. ഇതേ സെയിം സംഭവം നമുക്ക് വൺ സ്റ്റെപ്പ് ഇവാലുവേഷനിലേക്ക് വരുമ്പോൾ അപ്പൊ എങ്ങനെയായിരിക്കും? കുറച്ച് ഡിഫറന്റ് ഉണ്ട്. വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ മോസ്റ്റ് ഓഫ് ദി പ്രോഫം പറഞ്ഞത് നിങ്ങൾ പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം? 10% നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? മാസ്റ്റർ അക്കൗണ്ടിലേക്ക് കിട്ടുള്ളൂ. ഇത് സെയിം ഫണ്ടി ബിപ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ 10% ആണ്. അറ്റ് ദ സെയിം ടൈം ക്യൂട്ടിയിൽ നമുക്ക് വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ ഇവിടെ 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പും മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ ക്യൂട്ടി പവറിൽ ഉണ്ടോ? ലെറ്റ് മീ ചെക്ക്. ക്യൂട്ടി പവറിലില്ല. ക്യൂട്ടി പ്രൈമിൽ നമുക്ക് 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു നിശ്ചിത പെർസെന്റ് ടാർഗറ്റ് എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക. നിശ്ചിത പെർസെന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാസ്റ്റർ അക്കൗണ്ട് കിട്ടും. ആൻഡ് ഇവിടെ വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ ഫേസിൽ നമുക്ക് റൂൾസ് വരുന്ന സമയത്ത് ഇത് രണ്ടിന്റെയും മാസ്റ്റർ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തില്ല? നിശ്ചിത പെർസെന്റ് നിങ്ങൾ ടാർഗറ്റ് എത്തിക്കണം. നിങ്ങളുടെ ക്യാപിറ്റൽ 1% ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എടുക്കാൻ വേണ്ടി പറ്റും? വിത്ഡ്രോവൽ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ കേസിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്കറിയാം ഇൻസ്റ്റന്റ് ഫണ്ടിങ് ലൈവ് അക്കൗണ്ട് ആണ് തരുന്നത് അല്ലേ? അപ്പൊ ഈ ലൈവ് അക്കൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഇവാലുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് ഈ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനകത്ത് മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്ലാറ്റ്ഫോമും ഒരു നിശ്ചിത പെർസെന്റേജ് ടാർഗറ്റ് എത്തിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? പ്രോഫിറ്റ് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ അത് നിങ്ങളുടെ ക്യാപിറ്റലിൽ 5% ഒക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക? റൂൾസ് വെക്കുന്നത്. ചിലത് 10% ഉണ്ട്. ഇപ്പൊ ഫ്യൂച്ചർ ട്രേഡിംഗിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് നമുക്ക് 10% ഒക്കെ മിനിമം എന്ത് ചെയ്യണം? ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഒരു പെർസെന്റേജ് വെക്കുന്നത് നിങ്ങൾ ആ ഒരു നിശ്ചിത പെർസെന്റേജ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഒന്നെങ്കിൽ വിത്ഡ്രോവലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ചോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാസ്സാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് പ്രോഫംസിന്റെ ഫസ്റ്റ് റൂൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ടാർഗറ്റ്. സെക്കൻഡ് മേജർ റൂളാണ് ഡ്രോഡൗൺ റൂള് അല്ലെങ്കിൽ ലോസ് ലിമിറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു $5,000 ഞാനൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഈ $5,000 അക്കൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് തോന്നിയ പോലെ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രോഫോംസ് എന്റെ മുന്നിൽ അല്ലെങ്കിൽ ഫണ്ടഡ് കമ്പനീസ് എന്റെ മുന്നിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. വിച്ച് മീൻസ് എനിക്ക് ആ തരുന്ന ക്യാപിറ്റലിലെ ഒരു നിശ്ചിത പെർസെന്റേജ് മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലോസ് വരുത്താൻ വേണ്ടി പാടുള്ളൂ. ഈ ലോസ് തന്നെ അവർ പല ലിമിറ്റേഷനും വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 2 റൂൾസ് ആണ്. ഒന്നാമത്തെ ഡെയിലി ലോസ് ലിമിറ്റും അല്ലെങ്കിൽ ഡെയിലി ഡ്രോഡൗണും ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാക്സിമം ഡ്രോഡൗണും. സോ ഈ ഡെയിലി ഡ്രോഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ $5,000 ആണ് നിങ്ങൾ ക്യാപിറ്റൽ തരുന്നത് വെച്ചോ. ഈ $5,000 ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം പോകാവുന്ന ലിമിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെയിലി ഡ്രോഡൗൺ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വൺ സ്റ്റെപ്പ് ഇവാലുവേഷന്റെ കേസിലാണെങ്കിലും 2 സ്റ്റെപ്പ് ഇവാലുവേഷന്റെ കേസിലാണെങ്കിലും ഡെയിലി ഡ്രോഡൗൺ ഡിഫറന്റ് ആണ് ആൻഡ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ കേസിലും ഡെയിലി ഡ്രോഡൗൺ ഡിഫറന്റ് ആണ്. അതേപോലെ തന്നെ മാക്സിമം ലോസ് ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഡ്രോഡൗൺ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഡെയിലി ഡ്രോഡൗണിന്റെ കേസിന് എടുക്കാം. ഈ ഡെയിലി ഡ്രോഡൗൺ മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്ലാറ്റ്ഫോമും നമുക്കൊരു 5% ഒക്കെയാണ് നമുക്ക് ഡെയിലി ഡ്രോഡൗൺ തരുന്നത്. ഇപ്പൊ ക്യൂട്ടിന്റെ കേസിൽ കോണ്ടക്റ്റിന്റെ കേസിൽ നമുക്ക് 4% ഉള്ളൂ. ഐ തിങ്ക് ഫണ്ടർ നെക്സ്റ്റ് ലെറ്റ് മീ ചെക്ക്. ഫണ്ടർ നെക്സ്റ്റ് നമുക്ക് മാക്സിമം ആൻഡ് ഡെയിലി ഐ തിങ്ക് ഇറ്റ്സ് വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ. 2 സ്റ്റെപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 5% ഡെയിലി ഡ്രോഡൗൺ. അതേപോലെ നിങ്ങൾ നോക്ക് 2 സ്റ്റെപ്പിന്റെ കേസിലെ 1 സ്റ്റെപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ നോക്ക് ഡെയിലി ഡ്രോഡൗൺ 3% അതിന്റെ നേരെ പകുതിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നുണ്ട്. ഇപ്പം ബാക്ക് ടു നമ്മളിതിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ ഫണ്ടിംഗ് പിപ്സ് അല്ലെങ്കിൽ ഫണ്ടർ നെക്സ്റ്റ് ക്യൂട്ടി മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്ലാറ്റ്ഫോമും 5% ആണ് കൊടുക്കുന്നത്. ക്യൂട്ടിയാണ് ഐ തിങ്ക് ഞാൻ 4% കണ്ടുള്ളൂ. എനിവേസ് നമുക്ക് ഇതിന്റെ ഒരു കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു $5,000 അക്കൗണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വെച്ചോ. ഈ $5,000 മാക്സിമം ഒരു ദിവസം നിങ്ങൾക്ക് ലോസ് വരുത്താൻ പറ്റിയ എമൗണ്ട് എത്രയാണ്? $250. ഇത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു ദിവസം മാക്സിമം ലോസിലേക്ക് പോകാൻ പറ്റില്ല, ഇൻക്ലൂഡിങ് നിങ്ങളുടെ കമ്മീഷൻ അടക്കം. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് ഒരു $249 ലോസ് വന്നു വെച്ചോ. ഓക്കെ, $249 വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റലിൽ 5% എടുത്താൽ നിങ്ങൾ ലോസ് റിസ്ക് ചെയ്യുന്നത്. അപ്പൊ ഈ $249 റിസ്ക് നിങ്ങൾക്ക് മാക്സിമം റിസ്ക് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? $250 അല്ലേ? ഈ 250 അപ്പൊ നിങ്ങളുടെ കമ്മീഷൻ എല്ലാവർക്കും ചിലപ്പോൾ ഒരു 260 വരുന്ന വെച്ചോ. എന്നാലും നിങ്ങളുടെ അക്കൗണ്ട് എന്താവും? ലോസിലേക്ക് മാറും. സോ നിങ്ങളുടെ ആ ഒരു ദിവസത്തെ മാക്സിമം ലോസ് എന്തിന് താഴെ കിടക്കണം? $250 താഴെ നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? അത് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് മാക്സിമം ലോസ് ലിമിറ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അക്കൗണ്ട് $5,000 നിങ്ങൾക്ക് മാക്സിമം വരുത്താൻ പറ്റുന്ന ലോസ് മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്ലാറ്റ്ഫോമും ഇറ്റ്സ് 10%. ചില പ്ലാറ്റ്ഫോം മാത്രം നമുക്ക് 8% ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നത് 2 സ്റ്റെപ്പ് ഇവാലുവേഷന്റെ കേസിലാണ്. വെൻ കംസ് ടു 1 സ്റ്റെപ്പ് ഇവാലുവേഷൻ ഇസ് 6%. എല്ലാ പ്ലാറ്റ്ഫോം 6% കൊടുക്കുന്നുള്ളൂ. ആൻഡ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങും സിമിലർ 6% മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഈ മാക്സിമം ലോസ് എന്നാൽ മാക്സിമം നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന ലോസും ആൻഡ് ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം എത്ര ലോസ് വരെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതിന്റെ റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോഡൗണിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഡ്രോഡൗൺ റൂൾസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിക് ഡ്രോഡൗൺ, അതുപോലെ ട്രെയിലിംഗ് ഡ്രോഡൗൺ, ബാലൻസ് ബേസ്ഡ് ഡ്രോഡൗൺ ഓർ ഇക്വിറ്റി ബേസ്ഡ് ഡ്രോഡൗൺ,
അതുപോലെ റിലേറ്റീവ് ഡ്രോഡൗൺ ഇങ്ങനെ പല തരത്തിലുള്ള ഡ്രോഡൗൺ റൂൾസ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു നെക്സ്റ്റ് സെഷനകത്ത് എപ്പോഴെങ്കിലും എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ എന്താന്നുള്ളത് എങ്ങനെ ഇതിനെ എഫക്ട് ചെയ്യുന്നുള്ളത്. നിങ്ങളപ്പോ ഒരു പ്രോഫോം എടുക്കുന്ന സമയത്ത് ഈ വൺ സ്റ്റെപ്പ് ഇവാലുവേഷന്റേത് മിക്ക സമയത്തും എല്ലാ പ്ലാറ്റ്ഫോമും ട്രെയിലിംഗ് ഡ്രോഡൗൺ ആണ് ഉണ്ടാവുക. ടു സ്റ്റെപ്പ് ഇവാലുവേഷനിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാറ്റിക്കും ആൻഡ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ട്രെയിലിംഗ് ഓർ ബാലൻസ് ബേസ്ഡ് ഡ്രോഡൗൺ ആയിരിക്കും വരുന്നുണ്ടാവുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. പക്ഷേ ട്രേഡിംഗ് നാച്ചുറൽ അല്ലെങ്കിൽ കണ്ടീഷൻ ബാലൻസിന് എല്ലാം ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം എന്താന്നുള്ളത് വേറെ സെഷനകത്ത് വേറെ ടോപ്പിക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. സോ ഡ്രോഡൗൺ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് മാക്സിമം വരുത്താൻ പറ്റുന്ന റൂൾസിനെയാണ് എന്ത് വിളിക്കുന്നത് ഡ്രോഡൗൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോസ് ലിമിറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ റൂള് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രേഡിംഗ് ഡേയ്സ് ആണ്. ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു നിശ്ചിത ദിവസം ട്രേഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ട്രേഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ ടാർഗറ്റിൽ എത്തിച്ചിരിക്കണം. ഇതിനെയാണ് ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് ഡേയ്സിന്റെ ഒരു കേസ് പറയുമ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു 2019ലാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം FTMO എടുക്കുന്നത്. FTMOന് ശേഷം ഫണ്ടിംഗ് ടാലന്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. ആൻഡ് പിന്നെ ഫണ്ടിംഗ് പിപ്സ്, മൈ ഫോറക്സ് ഫണ്ട് പല പ്ലാറ്റ്ഫോംസും വന്നു. ഈ FTMO ഒക്കെ ഞങ്ങൾ ആ സമയത്ത് എടുത്തിരുന്ന സമയത്ത് ആകെ 3 സ്റ്റെപ്പ് ഇവാലുവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ 3 സ്റ്റെപ്പ് ഇവാലുവേഷനിൽ നമ്മൾ 10% വെച്ച് അച്ചീവ് ചെയ്യും വേണം ടാർഗറ്റ്. ആൻഡ് അത് 30 ഡേയ്സ് കൊണ്ട് അച്ചീവ് ചെയ്യണം. അല്ലെങ്കിൽ അക്കൗണ്ട് ഫെയിൽ ആവും. അപ്പൊ അത്രയും ഭയങ്കര ഒരു എന്താ പറയാ ഇപ്പൊ ഉള്ളതിനേക്കാളും ഭയങ്കര റഫ് ആയിട്ടുള്ള റൂൾസ് ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ മൈഫോറക്സ് ഫണ്ട് MFF വന്നതിന് ശേഷാ തോന്നുന്നു അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് ഡേയ്സ് എന്ന റൂളാണ് എടുത്തു കളഞ്ഞു. ഓഫ് കോഴ്സ് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. പുതിയ പുതിയ പ്രോഫോംസ് ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് കുറച്ച് കാലം കൂടി എന്ത് പോയി FTMO എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഈ ഒരു 30 ഡേയ്സ് എന്ന റൂൾ കൊണ്ട് കൊണ്ടുപോയി. പക്ഷെ സംഭവിച്ചാൽ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ എഫക്ട് ചെയ്തു. വെച്ചാൽ വേറൊരു കമ്പനി വന്നിട്ട് പറയുവാണ് നിങ്ങളുടെ മുകളിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എന്ത് ചെയ്യാം ഇഷ്ടമുള്ള സമയം കൊണ്ട് നിങ്ങൾ പാസ്സാക്കിയാൽ മതി. അപ്പൊ ഈ റൂൾ വന്നതോടുകൂടി പിന്നീട് അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാ പ്രോഫോംസും ഇങ്ങനെ ഈ റൂൾ ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ MFF പോയി ഫണ്ടിംഗ് ടാലന്റ് പോയി മാർക്കറ്റിനകത്ത് ഇപ്പോഴും FTMO എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻസിന് FTMO എന്ത് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 2023-22 എന്നുള്ള RBIയുടെ പുതിയ റെഗുലേഷൻ പ്രകാരം ഒരു FTMO ഫിനാൻഷ്യൽ ഇതിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ട്രേഡിംഗ് ഡേയ്സ് എന്ന റൂളിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മിനിമം ട്രേഡിംഗ് ഡേയ്സും ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാക്സിമം ട്രേഡിംഗ് ഡേയ്സും. ഈ മിനിമം ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു നിശ്ചിത ദിവസം ട്രേഡ് ചെയ്തിരിക്കണം. അത് 3 ദിവസം ആവാം, 4 ദിവസം ആവാം, 5 ദിവസം ആവാം, ഓർ അതിൽ കൂടുതലാവാം. മാക്സിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഇത്ര ദിവസം വരെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പറഞ്ഞു 30 ഓർ 45 ഡേയ്സ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ റൂൾ എന്ത് ചെയ്യുന്നില്ല പല പ്ലാറ്റ്ഫോംസും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ട്രേഡിങ്ങിനകത്തൊക്കെ മാക്സിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന റൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവാലുവേഷൻസ് അക്കൗണ്ടിനകത്തൊന്നും ഈ റൂൾസ് ഒന്നും ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല എഫക്റ്റീവ് അല്ല. സോ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഒരു സമയത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. 0 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ യാ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മാറ്റുമ്പോൾ ബാക്കിയുള്ള പ്ലാറ്റ്ഫോം അതെന്ത് ചെയ്യും ഏറ്റെടുക്കും. അതേപോലെ തന്നെ ഇപ്പൊ സംഭവിച്ചത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2021, 22, 23 ഈ ആൻഡ് ഓൾസോ 24 ഈ സമയത്തൊന്നും മിനിമം ട്രേഡിംഗ്സ് എന്ന റൂൾ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അഗൈൻ 24 എൻഡ് അല്ലെങ്കിൽ ആ ഒരു 24, 25 സമയത്തൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന റൂൾ തിരിച്ചു വന്നു. മോസ്റ്റ് ഓഫ് ദി പ്ലാറ്റ്ഫോം 3 or 4, 5 ഡേയ്സ് ആണ് പറഞ്ഞത് നിങ്ങൾ മിനിമം ഇത്ര ദിവസം ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫണ്ട് ഇൻഡെക്സിന്റെ കേസിലാണെങ്കിൽ ഇവർ പറഞ്ഞത് മിനിമം എത്ര ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തിരിക്കണം 5 ഡേയ്സ് ട്രേഡ് ചെയ്ത് 1 സ്റ്റെപ്പ് ആണെങ്കിലും 2 സ്റ്റെപ്പ് ആണെങ്കിലും നിങ്ങൾ ലൈവ് അക്കൗണ്ട് മിനിമം 5% നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ട്രേഡ് ചെയ്തിരിക്കണം. ആൻഡ് ഫണ്ടിംഗ് പിപ്സിന്റെ കേസിലാണ് നിങ്ങൾ ഇവിടെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇസ് 3 ഡേയ്സ് ആൻഡ് ക്യൂട്ടിക്ക് നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടോ തിങ്ക് ഇവരിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ഇവർ 4 ഡേയ്സ് എന്തോ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട് തോന്നുന്നു ഇൻ മൈ നോളജ്. ഫോർ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇവര് പറയുന്നുണ്ട്. ഓക്കെ, സോ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇത്രയുള്ളൂ. നിങ്ങൾ നിശ്ചിത ദിവസം എന്ത് ചെയ്യുക ട്രേഡ് ചെയ്യുക. സിമ്പിൾ ആണ്, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോംസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ഈ റൂൾസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓൾസോ 2 സ്റ്റെപ്പിലെയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലൊക്കെ ഈ മിനിമം ട്രേഡിംഗ് ഡേയ്സ് റൂൾ ചെറിയ ഡിഫറൻറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് മിനിമം നിങ്ങൾ എന്തായിരിക്കണം 7 ഡേയ്സ് എങ്കിലും ട്രേഡ് ചെയ്തിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ പേ ഔട്ട് കിട്ടുള്ളൂ. അതിനകത്ത് തന്നെ കൺസിസ്റ്റൻസി റൂൾ ഫോളോ ചെയ്യുന്ന പല പ്ലാറ്റ്ഫോംസും ഇൻഡസ്ട്രിനകത്തുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക
നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫണ്ടഡ് അക്കൗണ്ടിനകത്തുള്ള 4ാമത്തെ ട്രേഡിംഗ് റൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് വരുന്ന 4ാമത്തെ ട്രേഡിംഗ് റൂള് സിമ്പിൾ ആണ്. ട്രേഡിംഗ് നാച്ചർ ഓർ സ്ട്രാറ്റജി. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിന്റെ മുകളിൽ പ്രോഫോംസ് മിക്ക പ്രോഫോംസും റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കുന്നില്ല. ഐ മീൻ നിങ്ങൾക്ക് പ്രൈസ് സെഷൻ യൂസ് ചെയ്യാം, ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് യൂസ് ചെയ്യാം, എന്തും യൂസ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ട്രേഡിംഗ് നാച്ചറിന്റെ മുകളിൽ സ്ട്രാറ്റജിയുടെ മുകളിൽ ചില റെസ്ട്രിക്ഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫസ്റ്റ് റെസ്ട്രിക്ഷൻസ് ആണ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അല്ലെങ്കിൽ HFT ട്രേഡിംഗ്. ഓക്കെ, ഈ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ EIUC എക്സ്പേർട്ട് അഡ്വൈസറിനകത്തുള്ള ഒരു കാറ്റഗറിയാണ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്. നമ്മുടെ ബിഡിന്റെയും മാസ്കിന്റെയും ചെറിയ ഡിഫറൻസിനകത്ത് വിത്തിൻ എ സെക്കൻഡ്സിന്റെ ഉള്ള ട്രേഡ് എൻ്റർ ആയി എക്സിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. മിക്ക എല്ലാ പ്രോഫോംസും ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ത് ചെയ്യുന്നില്ല, അലോ ചെയ്യുന്നില്ല. ഇനി ഒരു പ്രോഫോം ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇവാലുവേഷൻ ഫേസിൽ മാത്രമേ കൊടുക്കുള്ളൂ, ലൈവ് അക്കൗണ്ടിൽ കൊടുക്കില്ല. ഓൾസോ ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അലോ ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കേഴ്സും കറക്റ്റ് ആയിട്ട് പേ ഔട്ട്സ് കൊടുത്തില്ല. അതിനകത്ത് മിക്ക എല്ലാ പ്രോഫോംസിനകത്തും എന്തുണ്ടാവും, ഒരുപാട് ഹിഡൻ റൂൾസസ് ഉണ്ടാവും. ഇപ്പോ ഫണ്ടഡ് നെക്സ്റ്റ് അല്ല. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഫണ്ടഡോ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 2022 സമയത്താണ്, 22-23. ഇവര് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ആദ്യമായിട്ട് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അലോ ചെയ്തുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് ഫണ്ടർ എന്ന് പറഞ്ഞത്. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവര് ഇവാലുവേഷൻ ചെയ്യുന്നതിനകത്ത് എന്ത് ചെയ്തു, HFT അലോ ചെയ്തു. ലൈവ് അക്കൗണ്ടിനകത്ത് HFT ട്രേഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരുപാട് ആളുകൾ ഇവിടെ അക്കൗണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്തു, 300Kയുടെയും 100Kയുടെയും 50Kയുടെ ഒക്കെ അക്കൗണ്ട് വരെ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് യൂസ് ചെയ്ത് അക്കൗണ്ട് പാസ് ചെയ്തു. പക്ഷെ ലൈവ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് പല ആളുകളുടെയും അക്കൗണ്ട് അടിച്ചുപോയി. നിങ്ങൾ മനസ്സിലാക്കുക, ഈ HFT യൂസ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അതിനകത്ത് ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ വേണം ട്രേഡ് ചെയ്യാൻ, അല്ലേ? ഈ HFT ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ നല്ലൊരു പൊസിഷൻ സൈസ് നിങ്ങൾക്കുള്ള ക്യാപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. HFT ഡിപ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല. സോ നമ്മുടെ കമ്മിറ്റിനകത്ത് ഒരുപാട് ആളുകൾ HFT ട്രേഡിംഗ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് എടുത്തു. ആൻഡ് ഇൻ സപ്പോസ് നിങ്ങൾ ഈ ഒരു ലൈവ് അക്കൗണ്ട് നിങ്ങളകത്ത് HFT നിങ്ങൾ പാസ്സാക്കി എടുത്തെന്ന് വെച്ചോ. പക്ഷെ ലൈവ് അക്കൗണ്ട് കിട്ടുന്ന സമയത്ത് ഒരു 100 ആളുകൾ പാസ്സായതിൽ ഒരു 98% ആളുകളും എന്താക്കിയിട്ടുണ്ട്, ഫെയിൽ ആക്കിയിട്ടുണ്ട്. ആൻഡ് ബാക്കി എക്സിസ്റ്റിംഗ് ആയിട്ട് വരുന്ന 2% ആൾക്കാരിനകത്ത് ഒരു 0.5% ആളുകൾക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് വിഡ്രോവലും കിട്ടിയിട്ടുള്ളൂ. മെജോറിറ്റി വിഡ്രോവൽസ് ഒരു ഡെനി ചേച്ചി അന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻസും ഇതിന്റെ പുറകെ ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില പ്ലാറ്റ്ഫോം HFT ട്രേഡിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ അത്തരം പ്ലാറ്റ്ഫോം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്വിക്ക് സ്കാൽപ്പിംഗ്. ക്വിക്ക് സ്കാൽപ്പിംഗ് വെച്ചാൽ നിങ്ങൾ ട്രേഡിൽ എൻ്റർ ആയിട്ട് ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 40 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് 1 മിനിറ്റ് ലെസ് ദാൻ 1 മിനിറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതിനാണ് ക്വിക്ക് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞത്. മെജോറിറ്റി പ്ലാറ്റ്ഫോം ഇത് റെസ്ട്രിക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചില പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ക്വിക്ക് സ്കാൽപ്പിംഗ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് ലോങ് ഷോർട്ട് ആർബിട്രേജ്. ഓക്കെ, ലോങ് ഷോർട്ട് ആർബിട്രേജിൽ നിങ്ങൾ നിങ്ങളുടെ സെയിം അക്കൗണ്ടിനകത്ത് ഒരു ബൈയും ഒരു സെല്ലും പൊസിഷൻ ഒരേ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പ്രൈസ് ഇപ്പോൾ 100 നിൽക്കുന്ന വെച്ചോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, 100 ഒരു ബൈ ഓർഡറും പ്ലേസ് ചെയ്ത് 100 സെൽ ഓർഡറും പ്ലേസ് ചെയ്ത്. ഓക്കെ, പ്രൈസ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് എന്തായാലും പോവുമല്ലോ. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷൻ നിങ്ങൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതിനെയാണ് ബൈ ആൻഡ് സെൽ ആർബിട്രേഷൻ, ബൈ ആൻഡ് ഷോർട്ട് ആർബിട്രേഷൻ ആണ്. ഇതേ സെയിം സാധനം ഓപ്പോസിറ്റ് അക്കൗണ്ട് ട്രേഡിംഗ്. നിങ്ങൾ 2 അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ബൈ പ്ലേസ് ചെയ്തു, ഒരു അക്കൗണ്ടിൽ സെല്ല് പ്ലേസ് ചെയ്തു. അപ്പൊ ഇതും ഇവര് ഡാറ്റ അല്ലെങ്കിൽ ഇവരുടെ സിസ്റ്റം ഇത് ഡിറ്റക്ട് ചെയ്യും. നിങ്ങൾ അക്കൗണ്ട് ബ്രേച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, റെസ്ട്രിക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോപ്പി ട്രേഡിംഗ് ഓർ അക്കൗണ്ട് മാനേജ്മെന്റ് ബൈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് വെണ്ടർ ആണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ $5,000 അക്കൗണ്ട് എടുത്ത് വെച്ചോ. ഓക്കെ, $5,000 2 അക്കൗണ്ട് എടുത്ത് ഈ 2 അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യാം, സെയിം ട്രേഡ് പ്ലേസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇത് വേറെ ആളെ ട്രേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ട്രേഡിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ പേരിലെ അക്കൗണ്ട് നിങ്ങൾ വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് മാനേജ് ചെയ്യാനും പറ്റില്ല. ഇൻ കേസ് ഇവരിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ വിഡ്രോവൽ റിജക്ട് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവാലുവേഷൻ സിമ്പിൾ ആയിട്ട് പാസ്സാകും, അത് അവരുടെ ഉദ്ദേശമാണ് നിങ്ങളെ പാസ്സാക്കുക എന്നുള്ളത്. പക്ഷേ ലൈവ് അക്കൗണ്ടിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിഡ്രോവൽസ് ഇവർ റിജക്ട് ചെയ്യും. ഇതുപോലെ ഒരുപാട് ട്രേഡിംഗ് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഐ മീൻ ട്രേഡിംഗ് സ്ട്രാറ്റജിന്റെ പുറകുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോംസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ടേംസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കിയിട്ട് മാത്രം അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പം ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗിനകത്ത് തന്നെ ഈ എക്സ്പെർട്ട് അഡ്വൈസർ യൂസ് നമ്മൾ നിങ്ങൾ തന്നെ ഓൺ സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് എക്സ്പെർട്ട് അഡ്വൈസറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാം. അതിനകത്ത് തന്നെ മാർട്ടിംഗൽ എന്ന് പറഞ്ഞ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ അതിനകത്ത് പല കാറ്റഗറിയും പ്രോഫോംസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മാർട്ടിംഗലിന്റെ ആർബിട്രേജിന് പല സിസ്റ്റം ഉണ്ട്. അപ്പൊ മാർട്ടിംഗൽ എനിക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ആർബിട്രേജ് ആക്സെപ്റ്റ് ചെയ്യില്ല.
അപ്പോൾ നിങ്ങളത് വൺസ് നിങ്ങളൊരു ആണ് നിങ്ങൾ ചൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പ്രോഫോംസിന്റെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ യൂസിന് സ്ട്രാറ്റജി ഇന്ന സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട് ചോദിക്കുക. സംടൈംസ് അവർ നിങ്ങളെ ഈ എക്സ്പെർട്ട് അഡ്വൈസറിന്റെ സോഴ്സ് കോഡ് അവർ ചോദിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ റീപ്ലൈ തരും. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് നാച്ചർ ഏതാണ് ഐ മീൻ പ്രൈസ് ആക്ഷൻ അത് പ്രശ്നമല്ല. പക്ഷേ ഇതുപോലുള്ള കുറച്ച് ഇതിനകത്ത് അത് എന്താണ് ഇഷ്യൂ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ട്രേഡിംഗ് നാച്ചുറൽ സ്ട്രാറ്റജിനകത്തുള്ള റൂൾസിന്റെ കാര്യങ്ങൾ. അഞ്ചാമത്തെ റൂളായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ന്യൂസ് ട്രേഡിംഗ് ആണ്. സോ നിങ്ങൾക്കറിയാം ന്യൂസ് ട്രേഡിംഗിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും സെപ്പറേറ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. മാർക്കറ്റിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂസസ് ഇമ്പാക്ട്സ് ചെയ്യാറുണ്ട്. മീഡിയ ഉണ്ട്, ഐ മീൻ ലോ ഇമ്പാക്ട് ഉണ്ട്, മീഡിയം ഇമ്പാക്ട് ഉണ്ട്, ആൻഡ് റെഡ് ഫോൾഡർ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്, വിച്ച് മീൻസ് ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം മാർക്കറ്റിന് ഇപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാം, എസ്പെഷ്യലി ഫോറസ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം ഈ ന്യൂസസ് മാർക്കറ്റിനെ ഏതെല്ലാം രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല. എസ്പെഷ്യലി റെഡ് ഫ്ലാഗ് ന്യൂസ്. റെഡ് ഫ്ലാഗ് ന്യൂസ് എപ്പോഴും കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ NFP, CPA, FOMC ആൻഡ് ഇതുപോലുള്ള ന്യൂസസ് എല്ലാം മാർക്കറ്റ് നല്ല രീതിക്ക് എഫക്ട് ചെയ്യാറുമുണ്ട്. നിങ്ങൾ ഈ ഒരു ന്യൂസ് ട്രേഡിംഗ് മെജോറിറ്റി ഓഫ് പ്ലാറ്റ്ഫോംസും അലോ ചെയ്യുന്നില്ല. ഇനി അലോ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അവർ കുറച്ച് റൂൾസ് അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ഓപ്പൺ ചെയ്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ട്രേഡ് എടുത്തെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ട്രേഡ് ഇങ്ങനെ റണ്ണിങ് ആണ്. ഐ മീൻ നിങ്ങൾക്ക് മാർക്കറ്റിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആൻഡ് ഇറ്റ്സ് പ്രൈസ് കറന്റ് ഉള്ളത് 100 റുപ്പീസിലാണെന്ന് വെച്ചോ. ഓക്കെ, കറന്റ് ന്യൂസ് വരുന്നത് നെക്സ്റ്റ് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ മാർക്കറ്റിനകത്ത് എന്ത് വരുന്നുണ്ട്, ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങളിപ്പോൾ ഇവിടെ ട്രേഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ട്രേഡ് നിങ്ങൾ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ട്രേഡ് മസ്റ്റ് ആയിട്ടും ന്യൂസിന് 5 മിനിറ്റ്സ് എങ്കിലും മുമ്പ് ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ 5 മിനിറ്റിന് മുമ്പെങ്കിലും ട്രേഡ് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാം. അതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോവാണ്, ന്യൂസ് വന്നതിന് ശേഷം ഒരു ഹ്യൂജ് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ്സിന് മുമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ഇവരെന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അല്ല നിങ്ങൾ ഇപ്പൊ സപ്പോസ് നിങ്ങളിപ്പോ എന്താ പറയാ, നിങ്ങൾ ഓൾറെഡി ഇപ്പം 100 റുപ്പീസിലാണ് പ്രൈസ് ഉള്ളത്. ന്യൂസ് വരാൻ 1 മിനിറ്റ് സമയമുള്ളൂ. ഓക്കെ, 5 മിനിറ്റ് ഒന്നും സമയമില്ല, 1 മിനിറ്റ് സമയമുള്ളൂ. ഈ സമയത്ത് പോയിട്ട് നിങ്ങൾ 100 റുപ്പീസിൽ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവര് വയലേഷൻ ആയിട്ട് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങളുടെ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, ഇവര് കാൽക്കുലേറ്റ് ചെയ്യില്ല. നിങ്ങളുടെ അക്കൗണ്ട് വരെ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ. പൊതുവേ ന്യൂസ് ട്രേഡിംഗ് ഞാൻ സമ്മതിക്കില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഈവൻ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഹൈ സ്ലിപ്പേജ് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൈസ് ചിലപ്പോൾ ആക്ച്വൽ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൈസ് മൂവ് ചെയ്തു, ന്യൂസ് ഇപ്പോഴും വന്നില്ല, ന്യൂസ് വരുന്നതിന്റെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ന്യൂസ് വന്ന സമയത്ത് നിങ്ങൾ SL ഇവിടെ കിടക്കുന്ന വെച്ചോ, പ്രൈസ് ജസ്റ്റ് താഴെ വന്ന് നിങ്ങൾ SL ടാപ്പ് ചെയ്ത് തന്നെ മുകളിലോട്ട് പോയി. എന്നിരുന്നാൽ പോലും സ്ലിപ്പേജ് കാരണോ അല്ലെങ്കിൽ ഹൈ സ്പ്രെഡ് കാരണോ നിങ്ങൾക്ക് എന്ത് ഹിറ്റ് ചെയ്യാം, ലോസ് ഹിറ്റ് ചെയ്യാം. ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. സെക്കൻഡ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുത്തും പ്രോഫിറ്റിലാണ് പോകുന്നത്, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ന്യൂസ് വന്നു ഹ്യൂജ് ആയിട്ട് ഫോളോ ആയി. അപ്പോൾ ഈവൻ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവാത്ത പല ഇഷ്യൂസും പല പ്രോഫംസിനകത്തുണ്ട്. എനിക്കിത് പേഴ്സണലി ഞാൻ ഫേസ് ചെയ്ത് നമ്മുടെ ഫണ്ടിങ് ടിപ്സിലൊക്കെ ഈ ഇഷ്യൂ ഉണ്ടാവും. നല്ല രീതിക്ക് സ്ലിപ്പേജ് ഫണ്ടിങ് ടിപ്സിനകത്തുണ്ട്. പക്ഷെ ക്യൂട്ടിലൊന്നും അങ്ങനെ ഇല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അവരുടെ ഡെമോ അക്കൗണ്ട് ഒക്കെ നിങ്ങൾ എടുത്താൽ നമുക്ക് സ്പ്രെഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് നിങ്ങൾ ഡെമോ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അക്കൗണ്ട് വെക്കാൻ ശ്രമിക്കുക. ഞാൻ പേഴ്സണലി ഞാൻ ന്യൂസ് ട്രേഡിംഗ് എന്ത് ചെയ്യുന്നില്ല, അലോ ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പം ഫണ്ടിങ് പിപ്സിന്റെ കേസിലാണെങ്കിലും ക്യൂട്ടിയുടെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ഫണ്ട്നെക്സ് എല്ലാം നമുക്ക് എന്ത് ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ 5 മിനിറ്റ്സിന് മുമ്പോ 10 മിനിറ്റ്സിന് മുമ്പോ നിങ്ങൾ പൊസിഷൻസ് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്തിരിക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോസ് നിങ്ങൾ 100 റുപ്പീസിന് നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ പ്രൈസ് ഇപ്പോൾ താഴോട്ട് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ 5 മിനിറ്റ് മുമ്പെങ്കിലും ട്രേഡ് ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് അല്ലെ. അപ്പം ഈ ലിമിറ്റ് ഓർഡറിന്റെ കേസിലും ഈ ലിമിറ്റ് നിങ്ങൾ പ്ലേസ് 5 മിനിറ്റ്സ് മുമ്പാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ട്രേഡ് എന്ത് ചെയ്യും, വാലിഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ചില പ്രോഫം അത് അതും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പ്രോഫംസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ റൂൾസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ന്യൂസ് ട്രേഡിംഗിന്റെ റൂൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആറാമത്തെ റൂളാണ് കൺസിസ്റ്റൻസി റൂൾ. ഈ കൺസിസ്റ്റൻസി റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, നിങ്ങളുടെ പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത പേഴ്സൺ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഏൺ ചെയ്തിരിക്കണം. ഇപ്പോ സപ്പോസ് കൺസിസ്റ്റൻസി റൂള് നമ്മുടെ ട്രേഡിംഗ് ഡേയ്സിലേക്ക് തന്നെ പോവാം. നിങ്ങൾക്ക് 4 മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. ഓക്കെ, 4 മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. ഈ ട്രേഡിംഗ് ഡേയ്സിനകത്ത് പ്രോഫോം പറയുകയാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടും നിങ്ങളെ പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് 25% എങ്കിലും എടുത്തിരിക്കണം. വിച്ച് മീൻസ് നിങ്ങളുടെ ക്യാപിറ്റലിലെ 25% അല്ല,
നമ്മൾ പൊസിഷൻ സൈസിങ് ചെയ്യല്ലോ. പൊസിഷൻ സൈസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? ഇപ്പൊ പേഴ്സണലി ഞാൻ എന്റെ ഇപ്പോൾ $5,000 ക്യാപിറ്റലാന്ന് വെച്ചോ. ഈ $5,000 ക്യാപിറ്റല് ഞാൻ ഒരു ട്രേഡ് മാക്സിമം റിസ്ക് ചെയ്യുന്ന 1% ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? $50. ഓക്കെ. മാക്സിമം ഒരു ദിവസം റിസ്ക് ചെയ്യുന്നത് $50 ആണ്. ആൻഡ് 1:3 റിസ്ക് റിവാർഡ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോ $150 ആണ് എനിക്ക് ഈവൻ പ്രോഫിറ്റ് ആയി കിട്ടുക. ലോസ് ആണ് എത്ര കിട്ടും? $50 കിട്ടും. അപ്പൊ ഇതൊരു നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു മണി മാനേജ്മെന്റ് ടൂളാണ്. ഓക്കെ. ആൻഡ് ഇത് വെച്ച് നമുക്ക് കൺസിസ്റ്റൻസി റൂൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പാസ്സാക്കാനും പറ്റും. പക്ഷേ ഈ കൺസിസ്റ്റൻസി റൂള് പ്രോഫം കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ വെച്ചാൽ അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്യും. പോയാ പോട്ടെ എന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? ട്രേഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ സെയിം $5,000 അക്കൗണ്ട് നിങ്ങൾ ആ ട്രേഡ് പർച്ചേസ് ചെയ്യാണ്. ഈ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് എത്രയാണ്? ഒരു 4% 4% നിങ്ങൾ റിസ്ക് ചെയ്തിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ. നിങ്ങളുടെ ക്യാപിറ്റലിലെ 4% ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? റിസ്ക് ചെയ്യുന്നത്. ഒരു കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ. കാൽക്കുലേറ്റർ. സോ നമ്മള് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ട് സൈസ് എത്രയാ വരുന്നത്? 5,000 അല്ലേ? $5,000ന്റെ 4% എത്രയാ വരുന്നത്? ഐ തിങ്ക് $200 അല്ലേ? $200 ആണല്ലോ വരുന്നത്. അപ്പൊ എനിക്ക് ലോസ് സംഭവിക്കാൻ ഇവിടെ എത്ര സംഭവിക്കും? $200 ലോസ് സംഭവിക്കും. ഇനി ഇതേ 1/3 റിസ്ക് റിവാർഡ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നതിൽ എനിക്ക് എത്ര കിട്ടും? അറൗണ്ട് $600 കിട്ടും. അല്ലേ? ഇതാണ് എന്റെ പ്രോഫിറ്റ്. അപ്പോ ഒരു പ്രോഫേഴ്സിനകത്ത് അവര് പറയുന്ന മാക്സിമം അല്ലെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്? ഫേസ് 1ല് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ 8%ഓ അല്ലെങ്കിൽ 10% ആണ്. ഈവൻ 8 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ 10% ആണെങ്കിൽ തന്നെ $500 എന്ത് ചെയ്താൽ മതി? ടാർഗറ്റ് എടുത്താ മതി. അല്ലേ? അപ്പൊ അങ്ങനെ ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അക്കൗണ്ട് പാസ്സാവും. അപ്പൊ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇത് ആദ്യത്തെ ദിവസം ഡേ 1 ആണ് ഞാൻ എത്ര ഉണ്ടാക്കി? $600 ഉണ്ടാക്കി. ആൻഡ് ഈ $600 ഞാൻ അക്കൗണ്ട് പാസ്സായി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മിനിമം ബാക്കി 3 ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണം? ട്രേഡ് ചെയ്തിരിക്കണം. ഈ എക്സിസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ബാലൻസ് വരുന്ന 3 ദിവസവും ഞാൻ ഈ ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ 25% ഞാൻ എന്ത് ചെയ്തിരിക്കണം? മെയിന്റെയിൻ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ട് നമ്മുടെ അടുത്ത പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല അവര് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ട്രേഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ട്രേഡ്സ് എടുത്ത് സിംഗിൾ ആയിട്ട് പാസ്സാക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവര് എന്ത് ചെയ്യുന്നത്? ഇത്തരം കൺസിസ്റ്റൻസി റൂൾസ് എല്ലാം കൊണ്ടുവരുന്നത്. പൊതുവെ കൺസിസ്റ്റൻസി റൂൾസ് കണ്ടുവരുന്നത് വൺ സ്റ്റെപ്പ് ഇവാലുവേഷനകത്തും ആൻഡ് മെയിൻലി നമ്മുടെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനുമാണ് കൺസിസ്റ്റൻസി റൂൾ ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് ടു സ്റ്റെപ്പ് ഇവാലുവേഷനകത്ത് മിക്ക പ്രോഫോംസിനകത്ത് ഞാൻ കൺസിസ്റ്റൻസി റൂൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളെ പ്രോഫോംസിനകത്ത് കൺസിസ്റ്റൻസി റൂൾ ഉണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വരുന്ന 3 റൂൾസ് ആണ് വീക്കെൻഡ് ഹോൾഡിംഗ്സും, ഐപി അഡ്രസ്സും, ഇൻആക്ടിവിറ്റിയും. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയാം. വീക്കെൻഡ് ഹോൾഡിംഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ട്. ഓക്കെ. അത് നിങ്ങൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ, ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സാറ്റർഡേ ഏർലി മോർണിംഗ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിരിക്കണം? ട്രേഡ് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും ഹോൾഡ് ചെയ്തിരിക്കണം. അപ്പൊ ചില പ്രോഫംസ് വീക്കെൻഡ് ട്രേഡിംഗ് അലോ ചെയ്യുന്നുണ്ട്. അലോ ചെയ്യുക എന്നോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത് ക്ലോസ് ചെയ്യുന്നത് നിർബന്ധമല്ല. പക്ഷെ ചില പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നില്ല? വീക്കെൻഡ് ഹോൾഡിംഗ്സ് എന്ത് ചെയ്യുന്നില്ല? അലോ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും നിങ്ങൾ ഫ്രൈഡേ അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ട്രേഡ് എന്തിരിക്കണം? ക്ലോസിലാണെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾ എക്സിറ്റ് ചെയ്തിരിക്കണം. ഓർ നിങ്ങൾ അലോ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അത് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ട്രേഡ് റൺ ചെയ്യാം. ഐപി അഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാധനം പ്രോഫം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐ തിങ്ക് 2023 ആ സമയത്താണ്. ഇത് എന്തിനാ ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ആ സമയത്തൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഈ ഫണ്ടഡ് അക്കൗണ്ട് പാസ് ആക്കുന്ന സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്കൗണ്ട് പാസിംഗ് കൊണ്ടുവന്ന സമയത്ത് ഇത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇത് ട്രേഡ് ചെയ്യുന്നതെല്ലാം. നമ്മളൊരു വിപിഎസ് വാങ്ങിക്കും. വിപിഎസ് വെച്ചാല് വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഓക്കെ. ആ വിർച്വൽ പ്രൈവറ്റ് സെർവർ ചിലപ്പോൾ അത് നിൽക്കുന്നത് ചിലപ്പോൾ ഫ്രാൻസ് ആവാം, ജർമ്മനി ആവാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഇന്ത്യ ആവാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, പല കൺട്രി ആവാം. ഇപ്പൊ ആ ഒരു കൺട്രിയുടെ ഇതിലുള്ള ഒരു വിപിഎസ് നമ്മൾ വാങ്ങിച്ചിട്ട് ആ വിപിഎസിനകത്തായിരിക്കും ക്ലയന്റിന്റെ അക്കൗണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക? അക്കൗണ്ട് പാസ്സായി കൊടുക്കുന്നത്. നമ്മുടെ ഒറിജിനൽ ഐപി അല്ലെങ്കിൽ യൂസേജിൽ ഞങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത്. ഓൾസോ നമുക്കിത് റിമോട്ട് ആയിട്ട് എവിടെ നിന്നും ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ടാണ് വിപിഎസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നാണെന്ന് വിചാരിച്ചോ. ഓക്കെ. ഇന്ത്യയിൽ നിന്ന് ഞാൻ അക്കൗണ്ട് പർച്ചേസ് ചെയ്തു. ആൻഡ് ഈ അക്കൗണ്ട് ഞാൻ ട്രേഡ് ചെയ്തിരിക്കും. എനി കേസസ് ഞാൻ ഈ അക്കൗണ്ട് പർച്ചേസ് നേരെ ഇങ്ങോട്ട് കൊടുത്തു. ക്ലയന്റിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്നു. ഞാൻ അക്കൗണ്ട് പാസ്സാക്കി തരാന്ന് പറഞ്ഞാൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്നു. ഞാൻ ഈ ഇത് വിപിഎസ് യൂസ് ചെയ്തിട്ട് എന്റെ വിപിഎസിലുള്ള കൺട്രി ഫ്രാൻസ് ആണെന്ന് വെച്ചോ.
അപ്പൊ ഈ ഫ്രാൻസിലെ VPS IP ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ അക്കൗണ്ട് പാസ്സാക്കി കൊടുത്തു. തിരിച്ച് ക്ലയന്റിന് എന്ത് ചെയ്തു? എന്റെ അക്കൗണ്ട് ആ പാസ്സാക്കിയ അക്കൗണ്ട് കൊടുത്തു. ക്ലയന്റ് വീണ്ടും ട്രേഡ് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നായിരിക്കും? ഇന്ത്യയിൽ നിന്നായിരിക്കും. അപ്പൊ അക്കൗണ്ട് പാസ്സാക്കിയത് എവിടെ നിന്നാ? ഫ്രാൻസിൽ നിന്നാണ്. പക്ഷെ ട്രേഡ് ചെയ്ത ലൈവ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നത് എവിടുന്നാ? ഇന്ത്യയിൽ നിന്നാ. ഈ ഒരു കേസ് എന്ത് ചെയ്തു? വന്നപ്പം പ്രോഫംസ് ഇത് നോട്ടീസ് ചെയ്യുകയും പ്രോഫംസ് ഈ IP അഡ്രസ് എന്ന റൂൾ എന്ത് ചെയ്തു? പ്രോഫംസിന്റെ മുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഈ റൂൾ വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഇന്ത്യയിലുള്ള ഒരു ക്ലയന്റ് ഞാൻ ഇന്ത്യയിൽ വെച്ച് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എന്റെ ഈ ഒറിജിൻ IPയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ട്രേഡ് ഇത് പാസ്സാക്കണം. അതർവൈസ് ഞാൻ ഇത് വേറെ ആരെയും കൊണ്ട് പാസ്സായി കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് എന്താവും? സസ്പെൻഡ് ആവും. ഇനി അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഇന്ത്യയിൽ നിന്നാണ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് വെച്ചോ. നിങ്ങൾ നിങ്ങളുടെ ജോബിന്റെ ആവശ്യമായിട്ടോ എഡ്യൂക്കേഷന്റെ ആവശ്യമായിട്ടോ നിങ്ങൾ പുറത്തോട്ട് പോയിന്ന് വെച്ചോ. ഈ പുറത്തോട്ട് പോവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ IP, ഒറിജിൻ എല്ലാം ചേഞ്ച് ആവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണം. ഫേംസിന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അവരായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു സസ്പെൻഷൻ ഒഴിവാക്കി കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പുറത്തോട്ട് പോകാനും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ടും അത് നിങ്ങളെ ഫണ്ടഡ് ഫേമിന് എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് ആയിട്ടും അറിയിച്ചിരിക്കണം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇന്നാക്ടിവിറ്റി. ഇന്നാക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഇത്ര ദിവസം അതിനകത്ത് ട്രേഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? സസ്പെൻഡ് ആവും. മോസ്റ്റ് ഓഫ് ദി പ്രോഫംസ് 30 ഡേയ്സ് ആണ് പറയുന്നത്. ഈ 30 ഡേയ്സ് നിങ്ങൾ കോൺസിക്യൂട്ട് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല നിങ്ങളുടെ അക്കൗണ്ട് എന്തായിട്ട് പോകും? സസ്പെൻഡ് ആയിട്ട് പോകും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദി പ്രോഫംസും പിന്നെ അത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യില്ല? തിരിച്ചു തരില്ല. പക്ഷേ ഇപ്പൊ റീസെന്റ് എന്റെ വൺ ഓഫ് ദി സ്റ്റുഡന്റ് ആയിട്ടുള്ള സുനീതിന് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായി. അവൻ ഫണ്ട് നെക്സ്റ്റിനകത്താ തോന്നുന്നു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 30 ഡേയ്സ് പ്ലസ് അവൻ എന്ത് കോൺസിക്യൂട്ട് ആയിട്ട് ട്രേഡ് ചെയ്തില്ല. അവന്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം ട്രേഡ് ചെയ്യാൻ പറ്റാതെ. പക്ഷെ അവരെ കസ്റ്റമർ സപ്പോർട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? അക്കൗണ്ട് തിരിച്ച് കൊടുത്തു. പക്ഷെ ഇത് നിങ്ങൾ 1 വർഷം 2 വർഷം ഒന്നും അക്കൗണ്ടോ അല്ലെങ്കിൽ 6 മന്ത് അക്കൗണ്ടോ ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പൊ അതൊക്കെ അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ഫണ്ടഡ് അക്കൗണ്ട് സീരീസിനകത്തുള്ള ഓൾമോസ്റ്റ് ഒരു മേജർ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോഫംസ് എന്താന്നുള്ളതും ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ അക്കൗണ്ട്സും ആൻഡ് ഇപ്പൊ നമ്മൾ ഫണ്ടിങ് റൂൾസും. ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് അത്യാവശ്യം വർത്ത് ആയി ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ മലയാളത്തിൽ ആരെയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ ഈ ഡ്രോഡൺ റൂൾസ് ആണ്. ഓക്കെ. പലർക്കും ഈ ഡ്രോഡൺ റൂൾ എന്താന്നുള്ളത് പോലും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് സ്റ്റാറ്റിക് ഡ്രോഡൗൺ, ഇക്വിറ്റി ബേസ്ഡ് ഡ്രോഡൗൺ, ട്രെയിലിംഗ് ഡ്രോഡൗൺ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വരുന്ന സെഷനകത്ത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങളൊരു ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വൈസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാനൊരു ഒരു നിശ്ചിത ഒരു പെർഫോം സജസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ റിസർച്ച് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഓൺ എന്താ പറയാ ഡാറ്റാസ് നിങ്ങൾ ശേഖരിക്കുക. ആൻഡ് ഇതുപോലുള്ള പല ഹിഡൻ റൂൾസും പല പ്രോഫോംസും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. കൺസിസ്റ്റൻസി റൂൾ എസ്പെഷ്യലി കൺസിസ്റ്റൻസി റൂൾസ് ഒക്കെ ഭയങ്കര വേഴ്സ് സിനാരിയോസ് ആണ്. ആൻഡ് ഓൾസോ ഈ ഡ്രോ ഡൗണിനകത്തുള്ള തന്നെ ബാലൻസ് ബേസ്ഡ് ഡ്രോ ഡൗണും അതുപോലെ തന്നെ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ശോകം പരിപാടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു ഡ്രോ ഡൗൺ വെച്ചിട്ട് ആ ഡ്രോ ഡൗണിന്റെ പുറകെ പല റൂൾസ് ഇതെല്ലാം ഹിഡൻ റൂൾസസ് ആണ് ഈ ഒരു എന്താ പറയാ സ്റ്റാറ്റിക് ട്രെയിലിംഗ്. അപ്പൊ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോംസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന അക്കൗണ്ട്സിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. പേഴ്സണലി ഞാൻ ഇപ്പൊ കുറച്ചുകൂടി നല്ല ഇൻഡസ്ട്രിയിൽ നല്ല പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഫണ്ടനെക്സ്റ്റ് ആണ്. ഓക്കെ. ഫണ്ടി പിപ്സ് കൊള്ളാം, ക്യൂട്ടി കൊള്ളാം. ഇനി ഇതിന്റെയൊക്കെ അക്കൗണ്ട്സ് എടുക്കാനോ അതിന്റെയൊക്കെ ഓഫേഴ്സിന്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ അഗൈൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്മാർട്ട് മണി കോഴ്സിന്റെ കംപ്ലീറ്റ് ഒരു ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ കോഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അറൗണ്ട് 29, 30 എപ്പിസോഡ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ അതിനകത്ത് ഓൾമോസ്റ്റ് ഇറ്റ്സ് വർത്ത് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ്. ഓക്കെ. നിങ്ങൾ പല വെഞ്ചേഴ്സിലും നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കുന്ന അതിനേക്കാൾ ഒരുപാട് വർത്ത് ആയുള്ള കണ്ടന്റ്സ് ആണ്. സോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ ഓൺലൈൻ മെന്റർഷിപ്പിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈനിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്. കോഡർ സെഷൻസ് ആൻഡ് ഹൈബ്രിഡ് സെഷൻസ് ആൻഡ് പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ് ആൻഡ് കോഴ്സ് സെഷൻസ് എല്ലാം നമുക്ക് ഓഫ്കോഴ്സ് വളരെ എഫക്റ്റീവ് ആണ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സസ് ആണ്. സോ നിങ്ങൾക്കത് കോഴ്സ് ജോയിൻ ചെയ്യാനും ആൻഡ് ബാക്കിയുള്ള ഡീൽസും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാവുന്നതാണ്? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു മെന്റർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് എടുക്കണമെന്നൊന്നും പറയുന്നില്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ഇറ്റ്സ് മച്ച് ബെറ്റർ. ഓക്കെ. പക്ഷേ നിങ്ങളുടെ മെന്റർ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം? ഇത് ചൂസ് ചെയ്യാം. ഐ മീൻ ഒരു കോഴ്സ് എടുത്താൽ മാത്രം മതി. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സീ യു ദെൻ.